സാർ തൊപ്പി തല വെക്കടാ. ആ ഇതാ പിടിച്ചോ. പോയി വാടാ. ഹലോ, ഒന്ന് നിന്റെ ക്രെഡിറ്റ് അടിച്ചെടുത്തതും നിന്നെ ചൊറിഞ്ഞത് കൊണ്ടുവാ നീ എന്നെ തല്ലിയെന്ന നിന്റെ വളർത്തച്ഛൻ വീറോടെ വാദിച്ചത്. അയാള് ജയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മുകുന്ദൻ തോറ്റു എന്നർത്ഥമില്ല. കളിക്കളത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക ഞാൻ. പിന്നെയും ഇനി അങ്ങോട്ട് നിന്നെ ഞാൻ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. നീ തല്ലുന്ന എനിക്കൊന്ന് കാണണം. വരട്ടെ. മുകുന്ദൻ സാറേ, മട്ടാഞ്ചേരിയിൽ ഈ മുകുന്ദൻ സർക്കിളിന്റെ കീഴിൽ ഞാൻ സാധാ എസിയായിരുന്ന കഥ സാറന്ന് ക്ലബിൽ വെച്ച് വിസ്തരിക്കുന്ന ഞാൻ കേട്ടു. മട്ടാഞ്ചേരിയിൽ ഈ മുകുന്ദൻ സാറ് സംരക്ഷിച്ച ആന്റി സോഷ്യൽ ഗ്യാങ്ങിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നതിന്റെ പേരിൽ പ്രമോഷൻ കിട്ടിയ സത്യനാഥൻ തൃശൂർ വേസ്റ്റിൽ CI ആയത്. അല്ലാതെ കൂടെ എല്ലില്ലാത്ത നാക്കിന്ന് വീഴുന്ന സംവരണത്തിന്റെ പേരിലല്ല. മട്ടാഞ്ചേരിയിലെ തറപണിക്ക് തൊപ്പി തെറിക്കുന്ന ഉറപ്പായപ്പോൾ ചില രാഷ്ട്രീയക്കാർക്ക് പിമ്പ് പണി ചെയ്ത CI മുകുന്ദൻ തൃശൂർ ഈസ്റ്റിലേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒപ്പിച്ചത്. എന്താ സാർ അടിക്കാത്ത? അടിക്ക്, ഞാനിപ്പോ അങ്ങോട്ട് ചൊറിഞ്ഞു വരാ. സംഭരണക്കാരനെ തൊട്ടാൽ ഇപ്പൊ ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ട്. ദേഹത്ത് കൈ വീണാ പിന്നെ പ്രതികരിക്കുന്ന അവരായിരിക്കും. കടലിൽ മീൻ പിടിക്കുന്നവൻ മുതൽ മുൻ രാഷ്ട്രപതി വരെ നീളുന്ന അടിസ്ഥാന വർഗത്തിന്റെ പ്രതിനിധികൾ. പിന്നെ പഴയ പോലെ ഡിസ്മിസിൽ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആക്കാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ കൊച്ചു കേരളം ഭരിക്കുന്നതും ഒരു ചെറിയ സംഭരണക്കാരുടാളാ. ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ഒപ്പം നടന്ന് അവന്റെ വീട്ടിലെ കപ്പയും കാന്താരിയും കഴിച്ച് ഒടുവിൽ ഇവിടുത്തെ അധ്വാനിക്കുന്ന ജനം തോളിലേറ്റി സെക്രട്ടേറിയറ്റിൽ എത്തിച്ചവൻ. അപ്പൊ പിന്നെ ജോലി പോയി തന്നെ. അങ്ങനെ സംഭവിച്ചാൽ എന്നെ പോലെ വേറെ പണി ചെയ്യാനൊന്നും സാറിന് അറിയില്ലല്ലോ. ആകെ അറിയാവുന്ന പണി ചെയ്യാൻ ഐസ്ക്രീം പാർലറും ബ്യൂട്ടി പാർലറും മന്ത്രിമാരും തന്ത്രിമാരും കൂടി മത്സരല്ലേ. അപ്പൊ പോട്ടെ മൂന്തൻ സാറേ. സാറേ, ഇത്ര കരം പേട്ടി അല്ല സാറിന് കാര്യം പിടിയിട്ടില്ലേന്ന് ഇപ്പൊ നാരായണാരായി. കേറിയിരിക്കാൻ പറയടോ. ഹലോ, ഇൻസ്പെക്ടർ ബൽറാം സ്പീക്കിംഗ്. ഹലോ, പോലീസ് സ്റ്റേഷനിലെ തൃശൂർ പാലക്കാട് ഹൈവേയിൽ മണ്ണുത്തിക്കടുത്ത് റോട്ട് കമ്പനി ഒരാൾ കൊല ചെയ്യപ്പെട്ട് കിടന്നു. എന്തായാലും സാർ, സത്യം പോലീസ് അകത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സാർ, ബോഡിയുടെ വയറ്റിൽ കുത്തിയ പാടുണ്ട്. കൂടാതെ തലയിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നു പോയിട്ടുണ്ട്. കൂടുതൽ അന്വേഷിക്കാനൊന്നും മെനക്കെടണ്ട സാർ. പണം തട്ടാനോ മറ്റോ ആരെങ്കിലും ചെയ്താവും. ഹൈവേയിൽ ദിനംപ്രതി കാണുന്ന അജ്ഞാത മൃതങ്ങളുടെ പട്ടികയിൽ ഒന്നുകൂടി, അത്ര തന്നെ. സംഭവം നടന്നിരിക്കുന്ന എന്റെ സ്റ്റേഷൻ അതിർത്തിയില്ല. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സോറി സാർ. താൻ ചൂടാവാതെ, ഇയാള് പറഞ്ഞാലും കാര്യമുണ്ട്. പല സ്റ്റേഷനുകളിൽ എത്രയോ കേസുകൾ തെളിയാതെ കിടക്കുന്നു. അങ്ങനെ ഞാനിത് വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല സാർ. ഇവിടെ നിന്നല്ല, ഞാൻ ജോലി ചെയ്ത ഒരു സ്റ്റേഷൻ അതിർത്തിയിലും അജ്ഞാത മൃതദേഹം എന്ന പേരിൽ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ഒരു കേസും ഉണ്ടായിട്ടില്ല. ഇവിടെയും അതുപോലെ തന്നെയായിരിക്കും. കൊല്ലപ്പെട്ട ആളുടെ ഊരും പേരും കണ്ടുപിടിച്ച് ഞാനിത് തെളിയിക്കുക തന്നെ ചെയ്യും. സമയം മെനക്കെടുത്താൽ നമുക്ക് പോവാം സാർ. എന്തായാലും എന്റെ സ്റ്റേഷൻ അതിർത്തിയല്ലോ. സക്കറിയ സാർ, വണ്ടി നടക്കട്ടെ. ഇത് ബോഡിയുടെ അടിവസ്ത്രത്തിന് ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. ബൽറാമേ, യെസ് സർ. ഹൈവേയിൽ രാത്രി തുറന്ന് പ്രവർത്തിക്കുന്ന ചായക്കടകളോ തട്ടുകടകളോ അടുത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഇന്നലെ അസമയത്ത് ആരെങ്കിലും വന്നിരുന്നോന്നൊന്ന് അന്വേഷിക്കണം. ഓക്കെ സാർ.
ഇൻസ്പെക്ടർ ബൽറാമാവുള്ള അടുത്ത ചാൻസ് എത്തിക്കഴിഞ്ഞു. ഈ കൊലക്കേസ് ഞാൻ പുല്ല് പോലെ പുഷ്പം പോലെ തെളിയിക്കും. അമ്മടെ മുത്തേ ഉമ്മ ഉമ്മ. 24 മണിക്കൂർ നടക്കാത്ത ഫസ്റ്റ് സ്റ്റാർ തട്ടുകട ഇത് തന്നെ ആയിരിക്കോ? ചോദിച്ചു നോക്കാം. ഒരു ചായ. ചായ തരാം, പക്ഷെ അവിടെ നിന്നാ മതി, അകത്തേക്ക് കയറണ്ട. ഓ, ഇന്നലെ രാത്രി ഒരു 10:30 മണിയായി കാണും. ആ വെയിറ്റിംഗ് ഷെഡിൽ കിടന്ന് ഉറങ്ങുമ്പോ ഒരു ചുള്ളം പയ്യൻ വന്ന് 100 രൂപ തന്നിട്ട് പോയി. അവന് 100 ആയുസെന്ന് പറഞ്ഞും വിട്ട്. ഇപ്പൊ താന്റെ അവിടെ ചത്ത് മലച്ച് കിടക്കണ്. വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ് പുലിവാല് പിടിക്കുന്ന കാരണവരെ പോലീസുകാർ കേട്ടാ പിന്നെ താമസം സ്റ്റേഷനിലായിരിക്കും. അതല്ലെങ്കിലും താമസം അവിടെ തന്നെയാണല്ലോ. വേഗം ചെക്കൻ നോട്ട് മാറ്റിക്കോ, അല്ലെങ്കിൽ പോലീസ് വട്ടി മണം പിടിച്ച് കാരണവരുടെ അടുത്തേക്ക് വരും. അത് മാറ്റാനാ ഞാൻ ഈ ചായ തന്നെ കുടിക്കണത്. അതൊന്നും വേണ്ട, ചായയുടെ കാശ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും പാതിരാത്രിയല്ലേ അവൻ ഇവിടെ ഒറ്റയ്ക്ക് അങ്ങനെ വന്ന്? വെറുതെ എവിടെ ഇരുന്ന് വളുവളൂന്ന് വർത്താനം പറയേണ്ടി എനിക്ക് പാ നോക്ക്. ആ ഓമനക്കുട്ടി കേട്ട അവന്റെ വണ്ടിയാ ചെക്കൻ നില വന്നത്. പോലീസുകാരറിഞ്ഞ ഓമനക്കുട്ടിന്റെ കാര്യം പോക്കാ. ഞാൻ ഈ വിവരം ആരോടും പറഞ്ഞിട്ടില്ല. ഇനി പിന്നെ ആരോടും പറയണ്ട. കിത്തനെ കരം പേട്ടി അപ്പാപ്പന് കാര്യം പിടിയിട്ടാ മക്കളെ. ആ ലെഫ്റ്റ് 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 ലെഫ്റ്റിലോട്ട് പോട്ടെ. ലെഫ്റ്റ് അത് തെറ്റിപ്പോയി. റൈറ്റ്. ആ അതെ അതെ, വലത്തോട്ട് ഇരുന്ന് 4ാമത്തെ വീട്. അതൊരു സിനിമയല്ലേ? അല്ല, ഇതൊരു ആക്ഷൻ സീരിയലാ. എടാ സത്യ, നിന്നെ കാണാൻ ആരോ വരുന്നുണ്ട്. ഓ, ഇവനായിരുന്നോ? ഇവിടെ വാടാ. എന്നെ കയ്യിൽ എന്താ എന്താ ആരെയാള്? ഇവനാണ് ഓമനക്കുട്ടൻ, അജ്ഞാത മൃഗത്തെ കെട്ടിടത്തിൽ കാപാലികൻ. സത്യാണോടോ? കൈമാറ്റ അയാൾ വല്ലതും പറയട്ടെ. സോറി സാർ. എനിക്കൊന്നും അറിയില്ല സാറേ. ഞാൻ അയാൾ അവിടെ കൊണ്ടാക്കി എന്നുള്ളത് നേരെ. കൂലി വാങ്ങി ഞാൻ അപ്പൊ തന്നെ തിരികെ പോരുകയും ചെയ്തു. അയാളെ തനക്ക് ഇതിനു മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല, അന്ന് ഓട്ടോയിൽ കയറുമ്പോൾ അയാളെ ആദ്യം കാണുന്നത് തന്നെ. എവിടെന്നാ അയാൾ ഓട്ടോയിൽ കയറിയത്? മാർക്കറ്റ് ജംഗ്ഷനിലെ മോനീസ് ലോഡ്ജിന്റെ മുൻപിൽ നിന്നാ. ലോഡ്ജിൽ നിന്ന് അയാൾ ഇറങ്ങി വന്നത്. മോനീസ് ലോഡ്ജ്. പനാജി ബ്രാഞ്ച്, ഗോവ. സാർ, ഇതിൽ അവന്റെ അഡ്രസ് ഉണ്ട് സാർ. ഈ മരിച്ച വിമലിനെ കാണാൻ ഇതിനിടയിൽ ഇവിടെ ആരെങ്കിലും വന്നിരുന്നു? ഇല്ല സർ. സാറേ, അയാൾ ഇല്ലാത്ത നേരത്തെ ഒരാൾ ഇവിടെ അന്വേഷണം വന്നിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് പോയെന്ന് പറഞ്ഞപ്പോ അയാൾ തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ ഇന്നലെയും അയാൾ അന്വേഷിച്ച് വന്നിരുന്നു സാർ. വിമൽ റോയ് തിരിച്ചെത്തിയെന്ന് ചോദിച്ചു. അയാൾ ഇല്ലെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു. ആകെപ്പാടെ ഒരു പന്തികേടിന്റെ ഒരു മണം തോന്നി സാർ. മണം തോന്നാൻ താനെന്താ പോലീസ് നായോ? അയ്യോ, അതല്ല സാർ. പിന്നെ ലോഡ്ജിലേക്ക് ഒരു അയാളുടെ കയ്യിൽ 2-3 പത്രങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇവിടെ മറന്നു വെച്ചിട്ട് അയാൾ പോയത്. എന്നിട്ടാ പത്രം അവിടെ? പത്രം ഇവിടെ ഉണ്ട്, എടുക്കാം സാർ. അങ്ങനെയാണെങ്കിൽ സാറേ, ഞാൻ ഒരു പട്ടാളക്കാരന്റെ വേഷത്തിൽ ഇവിടെ റൂം എടുക്കാം. പത്രം വാങ്ങിക്കാൻ തിരികെ വരുമ്പോൾ അയാളെ പിടികൂടാലോ. വേണ്ടല്ലേ? വേണ്ട. ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നോണ്ട് വല്ല പ്രശ്നം ഉണ്ടാവോ? ഇല്ലേ? വേണ്ട. ഇതാ സാർ പത്രം.